നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തരുൺമൂർത്തി മോഹൻലാൽ ടീമിൻ്റെ പുതിയ സിനിമയായ തുടരുമിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം ഞാൻ പറയുകയാണ്, തരുൺമൂർത്തിയുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമകൾ എനിക്ക് വർക്കായ സിനിമകളാണ്. എനിക്ക് പേഴ്സണൽ 2 സിനിമ നല്ല ഇഷ്ടമാണ്. ആദ്യ സിനിമയിൽ ഒരെണ്ണത്തിന് തരുണിന് ആക്ച്വലി നാഷണൽ അവാർഡ്, ബെസ്റ്റ് മലയാളം മൂവിക്കുള്ള നാഷണൽ അവാർഡും കിട്ടിയിരുന്നു. സോ ക്രിട്ടിക്കലി ഭയങ്കര അക്ലൈമഡ് ആയിട്ടുള്ള സിനിമകളാണ്. പ്രത്യേകിച്ചും സൗദികളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. പക്ഷേ പുള്ളിയുടെ സിനിമകൾക്ക് വേണ്ടത്ര രീതിയിൽ ബോക്സ് ഓഫീസിൽ ഭയങ്കര വലിയ ഹിറ്റുകളൊന്നും കിട്ടില്ല. ഒബിയസ്ലി സക്സസ്ഫുള്ളാണ് 2 പടം, പക്ഷേ ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ പുള്ളി ഡിസേർവിംഗ് ആണ്. അത് എന്തായാലും ഈ സിനിമയോടുകൂടി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അത് ഈ സിനിമയുടെ തീരുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ റിപ്പോർട്ട്സ് ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ സെക്കൻഡ് ഡേ അതിലും കൂടുതൽ കളക്ഷൻ ഉണ്ടാവും. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഡേ രാത്രി തന്നെ ഈ സിനിമ കണ്ടിരുന്നു. ഈ സിനിമ കാണുമ്പോഴുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ, തരുണിൻ്റെ സിനിമകളിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. തരുണിൻ്റെ സിനിമയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും നല്ല രീതിയിൽ ചെറിയ സീൻസ് ആയാലും വലിയ ഒരുപാട് സീൻസ് ഉള്ളവരായാലും കിഡിലായിട്ട് അവിടെ നിന്ന് പെർഫോമൻസ് ഊറ്റിയെടുക്കാൻ തരുൺ എന്ന് പറഞ്ഞ ഡയറക്ടറിന് കഴിയാറുണ്ട്. സോ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കരമായിട്ട് ഒരുപാട് നാളായിട്ട്, ഇത് ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് മോഹൻലാലിൻ്റെ ആക്ടിങ് ഭയങ്കരമായിട്ട് വർക്ക് ആവാറില്ല ഒരുപാട് നാളായിട്ട്. പലർക്കും ഇഷ്ടമായ അല്ലെങ്കിൽ വർക്കായ സിനിമകളിൽ പോലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഞാൻ വിചാരിക്കുന്ന പുള്ളിയുടെ ഒരു ലെവലിലല്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മോഹൻലാൽ ആസ് എൻ ആക്ടർ ഈസ് ടോട്ടലി ബാക്ക്. മോഹൻലാൽ നിറഞ്ഞാടുന്നൊരു സിനിമയാണത്. ആസ് എൻ ആക്ടർ, ആസ് എ സൂപ്പർ സ്റ്റാർ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതായത് മോഹൻലാലിനോട് ഒരു തരുണിനുള്ള ഒരു ആസ് എ ആക്ടർ ഉള്ള ഒരു ട്രിബ്യൂട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തോട് ഉള്ള ട്രിബ്യൂട്ട്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാറുടെ മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുള്ള ട്രിബ്യൂട്ട് പോലെ നമുക്ക് ഈ സാധനം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ള മാത്രമല്ല, മോഹൻലാലിൽ നിന്ന് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈവൻ നമുക്ക് എല്ലാവർക്കും വേണ്ട ആക്ടിങ് സീക്വൻസുകൾ അല്ലാണ്ട് തന്നെ മാസി സീക്വൻസുകളാണെങ്കിൽ പോലും, ഞാൻ പറയുന്നത് ഈ സിനിമ എൻ്റെ ലൈക്ക് നരസിംഹം പോലെ ഓടിയിടുന്നിടിക്കുക അങ്ങനത്തെ സിനിമ എന്നല്ല, പുള്ളിക്ക് വേണ്ട രീതിയിൽ ഇനഫ് മാസ് എലിമെൻറ്റ്സ് ഇട്ട് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണത്. ഇതൊരു ദൃശ്യം പോലെയാണെന്നൊന്നും, റിവ്യൂസ് ഒരുപാട് ഭയങ്കര ഹൈ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ദൃശ്യം പോലത്തെ സിനിമയാണെന്ന് അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്ത് തരുൺ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വെച്ച് തന്നെ സിനിമ കാണുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അത് അതുപോലത്തെ ഒരു സിനിമയാണ്, ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു ഭയങ്കര ട്വിസ്റ്റുള്ള സിനിമയോ അങ്ങനത്തെ സിനിമയൊന്നുമല്ല. ഇതിലെ പെർഫോമൻസും ഇതിൽ തരുണിൻ്റെ ഡയറക്ഷനും ഭയങ്കരമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്സും അത് തന്നെയാണ്. പിന്നെ ജെയ്ക്സ് ബിജുവിൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. പുള്ളി ഈ സിനിമയിൽ എലിവേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടൈം വരെയുള്ള റൈറ്റിങ്ങും ഭയങ്കര രസമാണ്. പ്രത്യേകിച്ചും ഇവർക്ക് കൊടുത്തിരിക്കുന്ന സീക്വൻസുകളുടെ ഡയലോഗുകൾ ചിലതൊക്കെ ഭയങ്കര നന്നായിട്ട് അത് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുള്ള, ഇപ്പോൾ ഈ അതിനകത്ത് തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആക്ട് ചെയ്യുന്ന ആളുകളും, പിന്നെ ബിനു പപ്പു ഉൾപ്പെടെ, ബിനു പപ്പുവിനൊക്കെ അത്യാവശ്യം നല്ല റോളുണ്ട്. ആക്ച്വലി പുള്ളിക്ക് 3 ഷെയ്ഡ്സ് വരെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാ രീതിയിലും പുള്ളി പോലും കിട്ടിലും പെർഫോമൻസ് ആണ്. പുള്ളി ആക്ച്വലി എല്ലാ സിനിമയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അഭിനയിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളി കുറേ കൂടി നന്നായിട്ട് ചെയ്യാനുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പ്രകാശ്, പുള്ളി പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പുള്ളി ആർട്ട് ഫിലിം മേക്കറാണ്. പുള്ളി കിടിലിനാണ്. നമ്മുടെ പേര് പ്രകാശ് എന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളി അടിപൊളിയാണ് സിനിമയ്ക്കകത്ത്. എല്ലാവരും ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. കൂടുതൽ ഞാൻ ഇവരെന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സ്പോയിലർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശോഭന കുറച്ച് നേരമേ ഉള്ളൂ. ചില സീനിലുള്ള പുള്ളിയുടെ നോട്ടമൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആ സീന് വർക്കാവും. അത് അടിപൊളിയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമയ്ക്കകത്ത് ക്രെഡിറ്റ് സീനിൽ ഇവർ പറഞ്ഞൊരു പാട്ടുണ്ട്, ഞാൻ അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ക്രെഡിറ്റ് സീനിൽ ഈ സിനിമയുടെ എൻഡ് ചെയ്യുന്ന രീതി വെച്ചിട്ട് ആ പാട്ട് ഈവൻ ക്രെഡിറ്റ് സീനിൽ ഇട്ടാലും ചേരില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് യൂട്യൂബിലും മറ്റും സ്ട്രീം ചെയ്യുന്ന പോലെ ഇട്ടുമ്പോൾ എൻജോയ് ചെയ്യാന്നല്ലാണ്ട് സിനിമയിൽ അത് ഒട്ടും ചേരില്ല എന്ന് തരുണും അവർക്കും തോന്നുന്ന വിഷയം കറക്റ്റാണ്. ഇപ്പോൾ ക്രെഡിറ്റ് സീനിൽ ഇട്ടാലും ചിലപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ട് കാണാനുള്ള രീതിയിലല്ല ഈ സിനിമ നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ സിനിമ അത്യാവശ്യം ഡാർക്കാണ്. സിനിമ ഒരു ടൈം കഴിഞ്ഞാൽ ഈ സിനിമ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ആദ്യത്തെ കുറച്ച് നേരം 30-40 മിനിറ്റോളം ഇവരുടെ ഫാമിലി ഡൈനാമിക് നമുക്ക് ക്യാരക്ടേഴ്സിനെ മനസ്സിലാവുന്നൊക്കെയാണ് സിനിമ മുഴുവൻ. അതിനകത്ത് കുറേയധികം സെൽഫ് ട്രോളുകളുണ്ട് മോഹൻലാലിൻ്റെ. പക്ഷേ എനിക്ക് എൻ്റെ വർക്കൊന്നും അതിലല്ല എന്ന് എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നി ഇത്
ടു മച്ച് ആവുന്നില്ല എന്നൊരു സംശയം പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ആ സമയം കഴിയുമ്പോഴേക്കും ആ സിനിമ പതുക്കെ ജീനർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അതൊരു പുള്ളിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളിലേക്കും പിന്നെ അതൊന്നൊരു ഇമോഷണൽ ഡ്രെയിനിലേക്കും അതിൻ്റെ അവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു വേണ്ട അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോകും, അതും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞേക്കാം, അതൊരു റിവഞ്ച് ഡ്രാമയിലേക്ക് ആ ഒരു ജീനറിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്, ആ ഒരു എൻ്റെ ഷിഫ്റ്റ് നല്ല രസമാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം മോഹൻലാലിൻ്റെ പെർഫോമൻസാണ് ഭയങ്കര അടിപൊളിയാവുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു മുതൽക്കൂട്ട്. പിന്നെ സിനിമേനെക്കുറിച്ച് എൻ്റെ കയ്യിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, എനിക്ക് എൻ്റെ ഇതൊരു ഭയങ്കര പ്രഡിക്റ്റബിൾ ആയ സിനിമയാണ്. ഞാൻ പറഞ്ഞല്ലോ, ട്വിസ്റ്റുകളൊന്നുമില്ല, അത്യാവശ്യം നല്ലോണം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണത്. പക്ഷേ ആ പ്രഡിക്റ്റബിലിറ്റിയുടെ ഇതിൻ്റെ മേലെ ആ സിനിമയെ പ്ലേസ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് അടുപ്പിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായില്ല സിനിമ, സത്യം പറയാം. ബട്ട് ദാറ്റ്സ് ഓക്കെ. നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വർക്കാവണമെന്നില്ല. സോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ചില സ്ഥലത്തുള്ള VFX അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഈ മലവെള്ളപ്പാച്ചിൽ കാണിക്കുന്ന രംഗങ്ങൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, ചെയ്തത് നന്നായില്ല എന്ന് എനിക്ക് തോന്നി. ഈവൻ ഇരുട്ടായിട്ട് കാണിച്ചിട്ട് പോലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ബാക്കിയുള്ളവർക്ക് എങ്ങനെ തോന്നിയെന്നുള്ളത് അത് കമൻറ്റിൽ പറയാം. അങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങൾ നമുക്ക് നോട്ടീസ് ചെയ്യാം. അതിൻ്റെ അപ്പുറത്തേക്ക് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദ മൂവി. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള, എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട്. ചില സിനിമകൾ നമ്മൾ പറയും ഇത് എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്, നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ഭൂരിഭാഗം തന്നെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണക്റ്റ് ആവുകയും ചെയ്യും. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ക്യാരക്ടറിനോട് നമുക്കൊരു കണക്ഷൻ കിട്ടും. മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് മാത്രമല്ല, ശോഭന മാമിൻ്റെ, അവരുടെ എല്ലാവരോടും നമുക്കൊരു കണക്ഷൻ കിട്ടും. ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കാരണം അത് തരുണിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, സൗദി വെള്ളക്കിൽ നമ്മൾ സ്ഥിരമായി വില്ലനായിട്ട് കാണുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെയുള്ള പുള്ളിനോട് നമുക്കൊരു ഭയങ്കര സോഫ്റ്റ് കോർണർ ഉണ്ടാവും നമുക്ക് സൗദി വെള്ളക്ക് കാണുമ്പോൾ. അത് ഒരു എഴുത്തുകാരൻ്റെയും ഒരു ഡയറക്ടറിൻ്റെയും കഴിവ് തന്നെയാണ്. ആക്ടറിൻ്റെ കഴിവുണ്ട് ഒബിയസ്ലി, പക്ഷേ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്കത് ഫീൽ തരാൻ പറ്റുന്നൊരു രീതി, ഒരു പ്രത്യേക തരുണ്ട സിനിമകളൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് ആ ക്യാരക്ടറിൻ്റെ ഒപ്പം നമ്മളും ഡ്രൈവ് ചെയ്യുകയാണ്. പിന്നെ സിനിമ എൻഡ് ചെയ്യുമ്പോൾ മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു ഹൈ നമുക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പെർഫോമൻസ് കണ്ട് ഭയങ്കര സന്തോഷിച്ചൊരു സിനിമ എന്ന് പറയുന്നത് ലാസ്റ്റ് ഞാൻ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ, സിനിമ എക്സൈറ്റഡ് ആയിരുന്നില്ല, മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഭയങ്കര അടിപൊളിയായിട്ട് കൺസിഡർ ചെയ്യുന്ന സിനിമയാണ് വില്ലൻ. പക്ഷേ അതിന് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത് എനിക്കൊരു പോസ്റ്റ് ഓടിക്കാൻ പുള്ളിയുടെ പെർഫോമൻസുകളൊന്നും എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. സത്യം പറഞ്ഞാൽ അഭിനയം പെർഫോമൻസ് വർക്കായിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. മോഹൻലാൽ സൂപ്പർബായിരുന്നു, ഒരു രക്ഷയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും ഇതില്ലെങ്കിലും മോഹൻലാലിൻ്റെ പെർഫോമൻസിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് സിനിമ കാണാം. പക്ഷെ അങ്ങനെയല്ല ഈ സിനിമ, എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട വർക്കാവുന്നൊരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നി സിനിമ കണ്ടിട്ട്? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായോ, അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, എന്താണ് ഇഷ്ടപ്പെടാത്തത്? അതൊക്കെ ഒന്ന് താഴത്ത് കമൻറ്റിൽ പറയുക. എന്തായാലും ഇത്ര നേരം വീഡിയോ കാണാൻ നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.